വെൻ. ഇന്ന് നമ്മൾ വെൻ എന്ന് പറയുന്ന വേർഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വെൻ സാധാരണ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് ഉണ്ടല്ലോ. അവിടെ എന്താ അർത്ഥം? എപ്പോൾ, അല്ലേ? എപ്പോൾ. വെൻ വിൽ യു കം? നിങ്ങൾ എപ്പോൾ വരും? എക്സ്ക്യൂസ് മീ, വെൻ ക്യാൻ യു കം? നിങ്ങൾക്ക് എപ്പോൾ വരാൻ കഴിയും? ഇതുപോലെ ചോദ്യങ്ങളിൽ വെൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമാണ് എപ്പോൾ. പക്ഷെ ചോദ്യം അല്ലാതെ സെന്റൻസിൽ വെൻ വരുമ്പോൾ അവിടെ എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത് നോക്കിയാലോ. പോരി എന്ന് പറയാം. ചോദ്യമല്ലാതെ സെന്റൻസിൽ വെൻ വരുമ്പോൾ അതിന്റെ അർത്ഥങ്ങളാണ് എന്താണ്? ബോൾ അല്ലെങ്കിൽ പോൾ. എന്തൊക്കെയാണ്? ബോൾ അല്ലെങ്കിൽ പോൾ. അല്ല, അപ്പൊ സാറി സൈഡിൽ എഴുതിയിരിക്കുന്ന വെൻ എന്ന് പറയുന്ന വേർഡിന് ഇങ്ങനെയുള്ള അർത്ഥങ്ങളും ഉണ്ട്. അത് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് കാണുക എങ്ങനെയാണ് വെൻ സെന്റൻസ് വരുമ്പോൾ ബോൾ പോൾ വരുന്നത്. കണ്ടോളി, നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് ഇതാ. ഷീ ഡസൻറ്റ് ടോക്ക് ടു മീ. എന്താ അർത്ഥം? ഷീ ഡസൻറ്റ് ടോക്ക് ടു മീ. അവൾ എന്നോട് സംസാരിക്കാറില്ല. വെൻ ആയിട്ടില്ല, അത് അവിടെ കിടന്നോട്ടെ. അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ ഒന്ന് വായിക്കാം. ഷീ മീറ്റ്സ് മീ. എന്താർത്ഥം? ഷീ മീറ്റ്സ് മീ. അവൾ എന്നെ കാണാറുണ്ട്. ആണല്ലോ. ഇവിടെ ഈ ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്ഷൻ വേർഡില്ലേ, ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനെ, ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന ആക്ഷൻ വേർഡ് ഇല്ലേ? ഗോ, കം, റൈറ്റ്, റീഡ്, ഈറ്റ്, ഡ്രിങ്ക്, ഇതൊക്കെയാണ് ആക്ഷൻ വേർഡ്. ഓക്കെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആക്ഷൻ വേർഡിൽ ഇവിടെ ഉണ്ടോ SCS ഫോം ആണല്ലോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആക്ഷൻ വേർഡ് വളരെ സിമ്പിളാണ്, സിമ്പിൾ ആക്ഷൻ വേർഡ്. ഓക്കെ, SCS ഫോം വരികയാണ്, SO ES വരികയാണ്. അല്ലാതെ ഒന്നുമില്ലാതെ നേരെ ഡയറക്റ്റ് കം, റീഡ്, ഈറ്റ്, ഗോ അങ്ങനെയുള്ള വേർഡുകളാണ് വരുന്നതെങ്കിൽ അതിനെയാണ് എന്താ പറയുക? നമ്മൾ സിമ്പിൾ ആക്ഷൻ വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ ആക്ഷൻ വേർഡ്സ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ബോൾ എന്നുള്ള അർത്ഥം വെച്ച് കൊടുക്കണം. കണ്ടോളി, ഞാൻ പറഞ്ഞു ഷീ ഡസൻറ്റ് ടോക്ക് ടു മീ. അവൾ എന്നോട് സംസാരിക്കാറില്ല. വെൻ ഷീ മീറ്റ്സ് മീ. അവൾ എന്നെ കാണുമ്പോൾ. എന്താണ്? അവൾ എന്നെ കാണുമ്പോൾ. അവൾ എന്നെ കാണുമ്പോൾ അവൾ എന്നോട് സംസാരിക്കാറില്ല. പിന്നെ എന്നെ കാണുമ്പോൾ അവൾ സംസാരിക്കാറില്ല, എന്നെ കാണുമ്പോൾ അവൾ സംസാരിക്കാറില്ല എന്നായി. ഇനി ഇതേ സെന്റൻസ്, സെയിം സെന്റൻസ്, ഇതേ സെന്റൻസിന്റെ പാസ്റ്റ് കഴിഞ്ഞു പോയത് പറയുമ്പോൾ കണ്ടോളി, അവിടെ ബോൾ എന്നല്ല പോൾ എന്ന് പറയേണ്ടി വരും പാസ്റ്റ് ആണെങ്കിൽ. അതെങ്ങനെ കണ്ടോളി? ഷീ ഡിഡ്ന്റ് ടോക്ക് ടു മീ. ഷീ ഡിഡ്ന്റ് ടോക്ക് ടു മീ. ഇവിടെ ഉണ്ടോ ഡസൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ പാസ്റ്റ് അല്ലേ? ഡിഡ്ന്റ്. ഷീ ഡിഡ്ന്റ് ടോക്ക് ടു മീ. അവൾ എന്നോട് സംസാരിച്ചില്ല. വെൻ ഷീ ഇവിടെ ഉണ്ടോ മെറ്റ് മീ. മെറ്റ്, മീറ്റിന്റെ പാസ്റ്റ് മെറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു പാസ്റ്റ് ആണെങ്കിലോ അവിടെ പോൾ എന്നുള്ള അർത്ഥം വെക്കണം. അപ്പൊ എന്താ? അവൾ അല്ലെ, അവൾ എന്നെ കണ്ടപ്പോൾ. എന്താണ്? അവൾ എന്നെ കണ്ടപ്പോൾ. ഇവിടെ ബോൾ പറയാൻ പാടില്ല. പറഞ്ഞോ, ഇന്നലെ അവൾ എന്നെ കണ്ടപ്പോൾ എന്ന് പറയാൻ പോരോ? ഇന്നലെ അവൻ എന്നെ കണ്ടപ്പോൾ. കണ്ടപ്പോളോ? കണ്ടപ്പോൾ ആണല്ലോ. ഓക്കെ. എന്താണ്? പാസ്റ്റ് ആണെങ്കിൽ അവിടെ പോളും, പ്രസന്റ് ആണെങ്കിലോ അവിടെ ബോൾ എന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള മലയാളം വരും. അതുകൊണ്ടോ ഷീ ഡിഡ്ന്റ് ടോക്ക് ടു മീ വെൻ ഷീ മെറ്റ് മീ. അവൾ എന്നെ കണ്ടപ്പോൾ അവൾ എന്നോട് സംസാരിച്ചില്ല എന്നായി. ഓക്കെ ആണല്ലോ? അത് ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. പോരി. വെൻ ഐ ഗോ ദെയർ. വെൻ ഐ ഗോ ദെയർ. ഇവിടെ ഉണ്ടോ ഗോ എന്താണ്? പ്രസന്റ് അല്ലേ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആക്ഷൻ വേർഡുകളാണ്. അപ്പൊ അതുകൊണ്ട് ബോൾ എന്നുള്ള അർത്ഥം. വെൻ ഐ ഗോ ദെയർ, ഞാൻ അവിടെ പോകുമ്പോൾ ഐ ഹെൽപ്പ് ഹെർ. അവളെ ഞാൻ സഹായിക്കാറുണ്ട്. ഐ ഹെൽപ്പ് ഹെർ, ഞാൻ അവളെ സഹായിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവിടെ പോകുമ്പോൾ അവളെ സഹായിക്കാറുണ്ട് എന്നായി. ഇനി ഇവിടെ കണ്ടോളി, ഇനി ഇതിന്റെ ഇതേ സെന്റൻസ്, സെയിം ഇതേ സെന്റൻസിന്റെ പാസ്റ്റ് നോക്കാം. യെസ്റ്റർഡേ, ഇന്നലെ. വെൻ ഐ വെന്റ്. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്നാണ് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു പാസ്റ്റ് ആണെങ്കിലോ പോൾ എന്നുള്ള അർത്ഥം വെക്കണം. വെച്ച് നോക്കൂ, വെൻ ഐ വെന്റ് ദെയർ. ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ. അല്ലേ? ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ എന്ന് പറയാം. പോയമ്പോൾ എന്ന് പറയുമോ? ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ. ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ അല്ലേ? അപ്പോൾ അത് പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പോൾ എന്നുള്ള അർത്ഥം വെച്ചു കൊടുത്തു. അപ്പം ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ ഐ ഹെൽപ്പ് ഹെർ. അവളെ ഞാൻ സഹായിച്ചു.
ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അവളെ സഹായിച്ചു. ഓക്കെ, ഇനി ഒരു ചെറിയൊരു സംശയമുണ്ട്. സംശയം ഇതാണ്, സാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വെന്നാണല്ലോ സാധാരണ ആദ്യം വരിക അല്ലേ? അപ്പം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ആ ചോദ്യം ചോദിക്കാനുള്ള വെന്നാണോ അതോ നോർമലായിട്ടുള്ള അതെങ്ങനെ മനസ്സിലാക്കും? ഇതാ കണ്ടോളി, വെൻ എന്ന് പറയുന്ന വേർഡുണ്ടല്ലോ, വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം എന്താണ്? വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഈസ്, ഈസോ, ആമോ, ആറോ അല്ലെങ്കിൽ ഷേൽ, വിൽ, ഹാസ്, ഹാവ് ഇതുപോലെയുള്ള ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് ഇല്ലേ, ഹെൽപ്പിംഗ് വെർബ് അത് വന്നാലേ ചോദ്യമാവും. എന്താ പറഞ്ഞത്? വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം വന്നിരിക്കണം. എന്ത് വന്നിരിക്കണം? ഈസ്, ആം, ആർ അല്ലെങ്കിൽ ഡു, ഡസ്, ഷേൽ, വിൽ, ഹാസ്, ഹാവ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഹെൽപ്പിംഗ് വെർബ് വന്നാലേ ഉണ്ടാവുള്ളൂ, ചോദ്യമാവുള്ളൂ. അല്ലാതെ വെന്നിന് ശേഷം നേരെ എന്ത് വന്നു? ഐ, യു അല്ലെങ്കിൽ ഹി, ഷീ, ദേ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നല്ല, അവിടെ ചോദ്യം അല്ല, അത് ചോദ്യമായി മാറില്ല. മനസ്സിലായല്ലോ? അത് ഓക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കല്ലിൽ കിടക്കാം. കണ്ടോളി, ഇവിടെയും വെൻ ആദ്യമാണ് വന്നിട്ടുള്ളത്. പക്ഷേ വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഷീ ആണ് അല്ലേ? ഷീ അല്ലാതെ ഈസോ, ആമോ, ആറോ അല്ല. അതുകൊണ്ട് ചോദ്യമല്ല. വെൻ ഷീ കംസ് ടു മീ, വെൻ ഷീ കംസ് ടു മൈ ഹോം. ഇവിടെ ഉണ്ടോ? വെൻ ഷീ കംസ് ടു മൈ ഹോം. ഇവിടെ വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ എന്നല്ല, ബോൾ എന്നാണ്. എന്താ കാരണം? ഇവിടെ കണ്ടോ? കംസ്, സിമ്പിൾ ആക്ഷൻ വേർഡ്സ് ആണല്ലോ, സിമ്പിൾ ആക്ഷൻ വേർഡ്. അപ്പം അവൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അല്ലേ? വെൻ ഷീ കംസ് ടു മൈ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഷീ ടോക്സ് ടു മീ, അവൾ എന്നോട് സംസാരിക്കാറുണ്ട് എന്നായി. വെൻ ഷീ കംസ് ടു മൈ ഹോം ഷീ ടോക്സ് ടു മീ, അവൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവൾ എന്നോട് സംസാരിക്കാറുണ്ട് എന്നായി. ഓക്കെ, ഇനി ഇതേ സെൻറ്റൻസിൻ്റെ സെയിം സെൻറ്റൻസ്, ഇതേ സെൻറ്റൻസിൻ്റെ പാസ്റ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ പാസ്റ്റ് എഴുതുമ്പോൾ എന്താ ഇതാ? ഓക്കെ, ഇവിടെ വാട്ടിലാണോ? സോറി, ഇറ്റ്സ് നോട്ട് വാട്ട്, വെൻ. ഓക്കെ, എന്താണ്? വെൻ ഷീ കെയിം, ഉണ്ടോ? വെൻ ഷീ കെയിം ടു മൈ ഹോം, അവൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ. ഇവിടെ ഉണ്ടോ? കെയിം എന്നല്ലേ? എന്താണ്? അവൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഷീ ടോക്ക് ടു മീ, അവൾ എന്നോട് സംസാരിച്ചു എന്നായി. അല്ലേ? അവൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൾ എന്നോട് സംസാരിച്ചു എന്നായി. ഓക്കെ ആണല്ലോ? ഇവിടെ പോൾ എന്നുള്ള അർത്ഥമായി, പോൾ. ഇനി നമ്മൾ നേടാ ഇവിടെ നാ, ചാ, യാ, ട എന്നുള്ള അർത്ഥങ്ങളും ആർക്കുണ്ട്? നമ്മളെ വെൻ എന്ന് പറയുന്ന ആൾക്കുണ്ട്. അത് നോക്കിയാലോ? പൊരി. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇത് വളരെ സിമ്പിൾ ആട്ടോ. വെൻ ഇത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയും പ്രധാനപ്പെട്ട സംഭവമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ കേൾക്കാം. വെൻ എന്ന് പറയുന്ന വേർഡിന് നാ, ചാ, ഠ, ഡ, യ എന്നൊക്കെ അർത്ഥമുണ്ട്. അതെങ്ങനെ നോക്കാം. ഐ സ്റ്റിൽ റിമെമ്പർ എന്നർത്ഥം. ഐ സ്റ്റിൽ റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ത്? ദ ഡേയ്സ് വെൻ. ഇവിടെ കണ്ടോ? ഇവിടെ ഞാൻ അണ്ടർലൈൻ വരച്ചിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ട്? കണ്ടോളി, വെൻ എന്ന് പറയുന്ന വേർഡിന് മുമ്പ്, എന്താണ്? വെൻ എന്ന് പറയുന്ന വേർഡിന് മുമ്പ് സമയത്തെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു വേർഡ് വരികയാണ്. സമയത്തെ കാണിക്കുന്നത് ഏതായിക്കോട്ടെ, ഡേയ്സ് ആയിക്കോട്ടെ, ഡേ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ടൈം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൊമെൻറ്റ്, നിമിഷം, അല്ലെങ്കിൽ ഇയർ. ഇങ്ങനെ സമയത്തെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വേർഡ് വെൻ എന്ന് പറയുന്ന വേർഡിന് മുന്നേ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ പോൾ അല്ലെങ്കിൽ പോൾ, എപ്പോൾ എന്നുള്ള ആ ഒരു വേർഡ് ഉപയോഗിക്കരുത്. ആ അർത്ഥം വെക്കരുത്. ഇതാ കണ്ടോളി എങ്ങനെയാന്നുള്ളത്. ഇനി എന്താണ്? ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ദിവസങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏത്? വെൻ അവിടെ കിടക്കട്ടെ, ഇതിൻ്റെ അർത്ഥം വെക്കാനായിട്ടില്ല. യു വെൻ എന്നർത്ഥം. യു വെൻ എന്ന് പറഞ്ഞാൽ നീ പോയി എന്നല്ലേ? നീ പോയി. അവിടെ ഈ യു വെന്നിൻ്റെ മുന്നേ വെന്ന് വന്നുകൊണ്ട് ആ വെന്നിൻ്റെ അർത്ഥം ഉണ്ടല്ലോ, പോയി എന്നുള്ളത് പോയാന്നാക്കണം. എന്താണ്? വേണ്ട, പോയി, വെന്ന് വന്നുകൊണ്ട് എന്താക്കി? പോയാന്നാക്കണം. അപ്പം എന്താ? ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേയ്സ് വെൻ യു വെൻ. നീ പോയ അല്ലേ? പോയി എന്നുള്ളത് യാക്കി വെന്ന് വന്നപ്പോൾ നീ പോയ ആ ദിവസങ്ങൾ
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എവിടെ പോയാ അതും കൂടി കണ്ടോളൂ. ഇതാ ടു സ്കൂൾ വിത്തൗട്ട് ഫുഡ് വെയർ. ഫുഡ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് എന്നാണ് അല്ലേ. അപ്പോൾ വിത്തൗട്ട് ഫുഡ് വെയർ എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാതെ നീ സ്കൂളിൽ പോയ ആ ദിവസങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അല്ലേ. ചെരുപ്പില്ലാതെ നീ സ്കൂളിൽ പോയ ആ ദിവസങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ആ ബോൾ പോളൊന്നും അർത്ഥം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അർത്ഥം പ്രോപ്പർ ആവില്ല. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാണ്. വെൻ എന്ന് പറയുന്ന വേർഡിന് തൊട്ട് മുന്നേ സമയത്തെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ അവിടെ ബോൾ പോൾ എന്ന അർത്ഥം വെക്കരുത്. ഇതുപോലെ നാ ചാട്ടാണ്ടയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ് യാ എന്നർത്ഥം. യാ, നീ പോയ ആ ദിവസങ്ങൾ. ഓക്കെ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുഴപ്പമില്ല. അടുത്ത കണ്ടോളി. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ വിടൂ. ഡു യു റിമെമ്പർ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്ത്? ദ ടൈം, ആ സമയം നിനക്ക് ഓർമ്മയുണ്ടോടാ? ആ സമയം നിനക്ക് ഓർമ്മയുണ്ടോ? ഏത്? when ആയിട്ടില്ല. വി ലീവ്ഡ്. ഇവിടെ ഉണ്ടോ? വി ലീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിച്ചു എന്നല്ലേ. നമ്മൾ താമസിച്ചു, അല്ലെങ്കിൽ നമ്മൾ താമസിച്ചിരുന്നു. അപ്പൊ വെന്ന് വന്നുകൊണ്ട് എന്താ നമ്മൾ താമസിച്ചിരുന്ന നാക്കണം. അത് നൂ എന്നുള്ളത് നാക്കണം. എന്താ നമ്മൾ താമസിച്ചിരുന്ന ആ സമയം നിനക്ക് ഓർമ്മയുണ്ടോ? എവിടെ? ധൈര്യമുണ്ടല്ലോ. അപ്പം എന്താ? അതെ, നമ്മൾ അവിടെ താമസിച്ചിരുന്ന ആ സമയം നിനക്ക് ഓർമ്മയുണ്ടോ എന്നർത്ഥം. എന്താണ്? അപ്പം ഇവിടെ ബോൾ പോൾ എന്നുള്ള അർത്ഥം വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെയും കണ്ടോ, ഇവിടെയും വെൻ എന്ന് പറയുന്ന വേർഡിന് തൊട്ട് മുന്നേ എന്തുണ്ട്? സമയത്തെ കാണിക്കുന്ന ഒരു വേർഡ് ഉണ്ട്, ദ ടൈം. ഓക്കെ, ഇനി നോക്കിയാണല്ലോ. ഇനി മൂന്നാമത്താണ്. ഇനിയും ചെറിയ സംശയമുണ്ട്, എനിക്കറിയാം, കുഴപ്പമില്ല. പോയി I'll never forget. ഇവിടെ ഉണ്ടോ? I'll never forget. ഞാൻ ഒരിക്കലും മറക്കില്ല. ഇവിടെ ഉണ്ടോ? I will എന്ന് പറയാൻ കുഴപ്പമില്ല. ഇവിടെ ഷോർട്ടാണ്. I'll never forget. ഞാൻ ഒരിക്കലും മറക്കില്ല. എന്ത് മറക്കില്ലെന്നോ? ദ മൊമെന്റ്, ആ നിമിഷം. ഇവിടെ ദാന്ന് പറഞ്ഞാൽ ആണട്ടോ. ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. വെൻ ആയിട്ടില്ല. ഷീ കോൾഡ്. എന്താർത്ഥം? ഷീ കോൾഡ് മീ. എന്നാണ് അവൾ എന്നെ വിളിച്ചു അല്ലേ. അപ്പൊ വിളിച്ചു, വിളിച്ചു. അപ്പൊ വെൻ വന്നതുകൊണ്ട് ചാന്നാക്കണം അല്ലേ. എന്താക്കി ചാന്നാക്കണം. എന്തായി? അവൾ എന്നെ വിളിച്ചാണ്. എന്താണ്? അവൾ എന്നെ വിളിച്ച ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. അവൾ എന്നെ വിളിച്ച ആ നിമിഷങ്ങൾ, അല്ലെങ്കിൽ അവൾ എന്നെ വിളിച്ച ആ നിമിഷം, ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റ് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബോൾ പോൾ എന്നുള്ള അർത്ഥം വെച്ച് കൊടുക്കരുത്. മനസ്സിലാവില്ല. ഇനിയും ചെറിയ സംശയം എനിക്കറിയാം ഇതൊക്കെ. എന്താ പിന്നെ പോരി. അവസാനത്താണ് I can never forget. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്ത്? ദ ഇയർ, ആ വർഷം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. 2021 കൊറോണ, ആ വർഷം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഓടെ, അപ്പൊ ആ വർഷം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. when ആയിട്ടില്ല. I started. ഇവിടെ ഉണ്ടോ? I started. എന്താണ്? ഞാൻ തുടങ്ങിയതല്ലേ, അല്ലെങ്കിൽ ഞാൻ ആരംഭിച്ചു, അല്ലെങ്കിൽ ഞാൻ തുടങ്ങി. അപ്പൊ ഞാൻ തുടങ്ങി. വെന്ന് വരുമ്പോൾ നീ എന്നുള്ള ങ്ങാണ്. എന്താ? ഞാൻ തുടങ്ങിയ, അങ്ങനല്ല. തുടങ്ങി എന്നുള്ളത് നമ്മൾ ങ്ങാക്കുമ്പോൾ തുടങ്ങിയ അല്ലേ. അപ്പൊ ഞാൻ തുടങ്ങിയ എന്തെന്ന് പറയുക? ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയാണ് അല്ലേ. എന്താണ്? ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ ആ വർഷം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ ആ വർഷം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയും വളരെ മനോഹരമായ വർഷമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, വെൻ എന്ന് പറയുന്ന വേർഡ് തൊട്ട് മുന്നേ സമയത്തെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ബോൾ പോൾ എന്നുള്ള അർത്ഥം വെക്കരുത്. ഇനി ഞാൻ ഒന്നും കാണിച്ചു തരാം. കണ്ടോളി, നമ്മൾ മുകളിൽ പഠിച്ച അവിടെ ഒന്നും ഇവിടെ ഒന്നും എന്തില്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഒന്നും വെൻ എന്ന് പറയുന്ന, ഇവിടെ ഉണ്ടോ വെൻ അല്ലേ. ഇവിടെ വെൻ എന്ന് പറയുന്ന വേർഡിന് തൊട്ട് മുന്നേ എന്തില്ല? സമയത്തെ കാണിക്കുന്ന ഒരു വേർഡില്ല. അതുകൊണ്ടാണ് ഇവിടെ ബോൾ പോൾ എന്നുള്ള അർത്ഥം വെച്ചത്. ഓക്കെ, പക്ഷേ സമയത്തെ കാണിക്കുമ്പോൾ അവിടെ നാച്ചായാട്ടം എന്നൊക്കെയാണ്. ഇനിയും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കമൻറ്റ് ബോക്സ് അയച്ചോളി.
ഞാൻ റിപ്ലൈ തരും. ഓക്കെ, സോ താങ്ക് യു എവരി വൺ.